പക്ഷേ തങ്കൂനും ടീമിനും രേണുവിൻ്റെ ബാക്കിയുള്ള ഫാമിലിക്കൊന്നും കിച്ചു ആരുമല്ല. കറക്റ്റ്, ഒന്നുമല്ല കിച്ചു. അപ്പം അങ്ങനത്തെ ഒരു പയ്യന് സ്വന്തം മകളുടെ കുട്ടി, സ്വന്തം പേരക്കുട്ടി അനുഭവിക്കുന്നതിൻ്റെ പകുതി മറ്റവനും കൂടി കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരവസ്ഥ. പ്രത്യേകത്തെ വിഷപ്പാമ്പോ സോഷ്യൽ മീഡിയയുടെ മുന്നിലൊന്ന് ബിഷപ്പ് എന്നുള്ള ഒറ്റ പേരുള്ളതുകൊണ്ട് വിഷപ്പാമ്പ് എന്ന് പറഞ്ഞു. ഇനി അതല്ല പിന്നെ വേറെ വല്ല പേരുമായിരുന്നു ഇദ്ദേഹത്തിന് ഉള്ളതെന്നുണ്ടെങ്കിൽ, വേറെ വല്ല സംബോധന ഇദ്ദേഹത്തിന് വെച്ചാൽ ആ ഒരു രീതിയിൽ അതിനെ കണക്ട് ചെയ്ത് തെറിയാക്കി അവസാനം ഇവൻ പറയണം എനിക്ക് ഈ വസ്തു ഒന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് അവൻ എഴുതി പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് അവനെ എത്തിക്കാനുള്ള. ഞാൻ പൊതുസമൂഹത്തോട് ഈ വ്യൂവേഴ്സിനോടാ പറയുന്നത്, നമ്മളിപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ സഹായിക്കുന്ന സമയത്ത് എനിക്ക് അബദ്ധം പറ്റിപ്പോയത് എന്ന് വെച്ചാൽ, അബദ്ധം എന്നുള്ള വാക്ക് പറയാൻ ഇവരൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് ഇപ്പൊ മോനും എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരേണ്ടി വന്നു. അതേസമയം നമ്മൾ ആർക്കെല്ലാം സഹായങ്ങൾ എവിടെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ആരും തിരക്കി വന്ന് ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാറില്ല. ദയവായി ഇതുപോലുള്ള, പ്രത്യേകിച്ച് ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നിൽക്കുന്ന ഇതുപോലുള്ള എങ്ങനെയുള്ള സെലിബ്രിറ്റി എന്ന് വെച്ചാൽ ഇത്തരത്തിൽ പ്രശ്നക്കാരായ സെലിബ്രിറ്റികളെ വാർത്തെടുക്കാൻ ശ്രമിക്കുകയോ അവരെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് പൊതുസമൂഹത്തിന് ഒരു ഗുഡ് മെസ്സേജ് ഇല്ല. കറക്റ്റ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് ഇന്നലെ ബിഷപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഞാൻ ഈ ഒരു പോർഷൻ തന്നെ ആദ്യം എടുത്ത് വെക്കാൻ കാരണം എന്താ അറിയോ, ഇദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ന്യായമുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സെൻറ്റൻസ്, അതായത് ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോസിറ്റിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷ വഴങ്ങാത്തതുകൊണ്ടാണ്. ഇതുപോലത്തെ ഒരു കച്ചറ ടീംസ് സെലിബ്രിറ്റീസിന് ഒരു കാരണവശാലും ഇദ്ദേഹം ഇതിൽ ഇടപെടാൻ പാടില്ല എന്നൊരു ഒറ്റ കാര്യം കൊണ്ട് ഞാൻ ഇന്നലെ ഈ ഇൻ്റർവ്യൂ, അതായത് ബിയോണ്ട് ദി സീൻ ബൈ അക്കൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ ഞാൻ മുഴുവൻ കണ്ടു. നിങ്ങൾ എത്ര പേരെ മുഴുവൻ കണ്ടു അറിയില്ല. ആ ഇൻ്റർവ്യൂ ഞാൻ മുഴുവൻ കണ്ട സമയത്ത് ഏറ്റവും അവസാനം ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം എന്നുള്ളത്. കിച്ചുവിനെതിരെ ഇദ്ദേഹം തിരിഞ്ഞൊരു സംഭവത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് പുറകിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു അജണ്ട ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായോ ഇൻ്റർവ്യൂ കണ്ടിട്ട് അറിയില്ല. ഞാൻ ഈ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് 2-3 വട്ടം കണ്ടപ്പോൾ ഇത് എവിടെ നിന്നാണ് ഉത്ഭവം എന്നുള്ളതും ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇതുകൊണ്ട് ഈ പരിപാടികളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലെ നിങ്ങളൊക്കെ ഈ വിഷയത്തിൽ തുടക്കം തൊട്ട് അവസാനം വരെ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കണ്ട് എല്ലാം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ആരോ ഇവരോ കുറച്ച് ക്ലിപ്സ് കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടോ അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രം കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വാക്കുകൾ കേട്ടിട്ടല്ല ഒരു കാരണവശാലും വന്നിട്ട് ഒരു തീരുമാനം എടുക്കുന്നത്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം അറിയോ, ഇപ്പോൾ ഇദ്ദേഹത്തിന് സംഭവിക്കുന്ന കാര്യം എന്താ പറയുക, ഇദ്ദേഹത്തിന് പണ്ടും സംഭവിച്ചത് ഇന്നും സംഭവിക്കുന്നു. 2 വ്യക്തികൾ മാറി എന്നല്ലാതെ ഇദ്ദേഹത്തിന് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അതായത് നമ്മൾ പറയില്ലേ വേലി കിടക്കുന്ന പാമ്പിനടുത്ത് മറ്റോടത്ത് വെച്ച് പറഞ്ഞുള്ള അതിലേറെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഒരു കുടുംബത്തിനെ സഹായിച്ചു എന്നുള്ളതിൻ്റെ ഒറ്റ പേരിൽ ഇയാൾ ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ, ഇയാൾ സഹായിച്ചിട്ടുള്ള ഇദ്ദേഹം സഹായിച്ചിട്ടുള്ള വ്യക്തികൾ ആരാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ, ഇദ്ദേഹം ഇതൊന്നും കാണുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് പല ആൾക്കാരും പല കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ പുറകിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ട്. ഒന്ന്. രണ്ടാമത് ഇദ്ദേഹത്തിന് ചില വീഡിയോയും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഒരു കാര്യം ഷുവറാണ്, ഇദ്ദേഹം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ അതിനെ എതിർത്തിരുന്നു. കിച്ചു ആ ചെയ്ത വീഡിയോനോട് ഒരിക്കലും ഞാൻ യോജിപ്പുണ്ടായിരുന്നില്ല. ഏതായാലും എല്ലാവരുടെയും വിഷമം മാറി കിട്ടട്ടെ, ഞാൻ പോയി കാണാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ സംഭവം എനിക്കെന്നെ, ഞാൻ ഈ എല്ലാ കാര്യങ്ങളും അറിയണേ എനിക്കെന്നെ ആകെ ദേഷ്യം പിടിച്ചൊരു കാര്യം, ഇവനെന്തിനാ അങ്ങനെ പറയുന്നത് എന്ന്. ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടും അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും രേണുവിൻ്റെ ആ വീഡിയോ തന്നെയാണ് കാരണം. പക്ഷെ ഒരിക്കലും അവൻ്റെ ആ ഒരു ഇതുവരെ കാണിച്ചിട്ടുള്ള ആ ഒരു മെച്യൂരിറ്റി കൈവിട്ട് ഒരിക്കലും അവൻ ആ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി ആരുടെ വാക്ക് കേട്ടിട്ടാണെങ്കിലും എന്താണെങ്കിലും ഒരിക്കലും അവൻ ആ വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ വീഡിയോ ആയിരിക്കണം ഇദ്ദേഹത്തിന് ആദ്യം ഇവർ കൊണ്ടുപോയി കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ആദ്യം കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു ക്യാൻസർ രോഗിയായിട്ടുള്ള ഇത്രയും കാലം നോക്കി അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ നോക്കി വളർത്തി വലുതാക്കി, അത്രയും കഷ്ടപ്പെട്ട് നോക്കി വളർത്തി വലുതാക്കി, അതിൽ നിന്നൊരു പങ്ക് കൊടുത്ത് അവൻ വലുതായ സമയത്ത് അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ അമ്മേനോട് പോയി കാണുക എന്ന് പറയുന്നവരോട് ഇതുപോലത്തെ മറുപടി കൊടുക്കുന്നവനാണ് നിങ്ങൾ വീട് കൊടുത്തിട്ടുള്ളത് എന്ന് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പലരും ചോദിച്ചു. അതിന് പുറകിൽ ആ ഒരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. ആ വീട് തുടക്കം തൊട്ടേ നമ്മളൊക്കെ സംസാരിച്ചത് നമ്മളെ തന്തപ്പടി മാന്തി പൊളിച്ച് കളഞ്ഞിരുന്ന ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ആ വീട് തുല്യ അവകാശമാണ്, 2 പേർക്ക് 2 കുട്ടികൾക്കും കൂടി തുല്യ അവകാശം തന്നു. ആ അവകാശം അവിടെ കട്ട് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് ആ ചെറിയ കുട്ടിക്ക് ആ വീട് കംപ്ലീറ്റ് കൊടുക്കണം എന്നുള്ളൊരൊറ്റ അജണ്ട മാത്രമേ ഇതിൻ്റെ പുറകിലുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഇനി കിച്ചു ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നുള്ള ഒരു
റൂമർ നടക്കുന്നുണ്ട്, ഒന്നും കൺഫേംഡ് ആയിട്ടില്ല. പക്ഷേ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് ആ ഒരു ഇൻഫർമേഷൻ കൂടി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് രേണു സുധി ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും കളിച്ചിട്ടുള്ളൊരു കളിയുടെ ഭാഗമായി ഇദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി. ഇപ്പോഴും പല ആൾക്കാരും കിച്ചുവിനെ ബിഗ് ബോസിലേക്ക് പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ കരുവാക്കുന്നു എന്നുള്ള ഡയലോഗ് കൂടി ഒരു വീഡിയോ പറയുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ എത്ര പേര് ശ്രദ്ധിച്ച് കേട്ടു എന്നുള്ള അറിയില്ല. അതിൻ്റെ പുറകിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ആ പയ്യനെ അവനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, അവനൊന്നും ചെയ്യാൻ കഴിയില്ല. ശരിയാണ്, അവൻ പഴയ എന്തൊക്കെയോ കേസും കാര്യങ്ങളൊക്കെ അവൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും സോൾവ് ആക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല, ആരും സോൾവ് ആക്കാൻ ശ്രമിക്കില്ല. കാരണം ഇതിൻ്റെ പുറകിൽ കളിക്കുന്നവർക്ക് ഒരിക്കലും സൊല്യൂഷൻസ് അല്ല വേണ്ടത്, എപ്പോഴും പ്രോബ്ലംസ് ആണ് വേണ്ടത്. വളരെ കൃത്യമായിട്ട് നമുക്ക് വേണ്ട മനസ്സിലാവും. എന്തായാലും ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ മുഴുവൻ പോർഷൻ ഇവിടെ പ്ലേ ചെയ്യാം. വീഡിയോ ഫസ്റ്റ് ടൈം കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ഓപ്ഷൻ കാണുന്നതിന് ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യൂ കേട്ടോ. ഞാൻ ഒരു കാര്യം എന്താ പറയുള്ളത്, ഇദ്ദേഹം ഇതൊക്കെ കാണുമെന്നുള്ള അറിയില്ല. ഒന്നുകിൽ നമ്മളെല്ലാം അറിയാം, എന്താ അല്പജ്ഞാനി എന്നൊക്കെ പറയില്ലേ, ഇത് ജ്ഞാനമൊന്നുമല്ല. അത് ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നുകിൽ നമ്മൾ ഒരുവിധം എല്ലാം അറിയാം, അല്ലെങ്കിൽ ഒരു 90% അറിയാം, അല്ലെങ്കിൽ ഒന്നും അറിയാതിരിക്കുക. ഇത് എന്താ അറിയോ, ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് ഒരിക്കലും വാളെടുത്ത് വരരുത്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇരുതല വാളാണ്, ഏത് വഴിക്ക് വേണമെങ്കിൽ തിരിയാം. അദ്ദേഹം ഒരുപാട് പ്രഷറിനൊക്കെ മരുന്ന് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പിന്നെയും കൂടല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. ഇത് മൂപ്പരെ മുന്നിലേക്ക് ഇത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രേണു സുധിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾ കഴിഞ്ഞ 10 മാസങ്ങളായിട്ടുണ്ടായിരുന്നു. അത് തർക്കങ്ങൾ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആൾക്കാർ എന്നെയും രേണു സുധിയെയും നിർത്തിക്കൊണ്ട് വലിയ ഒരു ഗെയിമായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഗെയിമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ രേണു സുധിയെ തയ്യാറാക്കുന്ന സമയത്ത് എന്നെ മനസ്സിലായ സംഭവം ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിലേക്ക് രേണു സുധിയെ കയറ്റാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ കളിക്കുന്ന ഗെയിം കളിക്കുന്ന സമയത്ത് അതിൽ കളിച്ചതിൽ രേണു സുധി ആൻഡ് വിഭാഗമുണ്ട്. അത് അവർക്ക് ക്യാൻസർ വന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം അവരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ മാറ്റി നിർത്തിയിട്ട് ബാക്കി പുറത്തുള്ള വ്ളോഗേഴ്സിനെയോ എന്ത് വ്ളോഗേഴ്സ് രേണു സുധീനെ ബിഗ് ബോസ് കയറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സംസാരിച്ച ആൾക്കാരൊന്നും കളിച്ചിട്ടില്ല. മനസ്സിലായോ? ഇപ്പോൾ ഈ ഫാദറിനെ ഇപ്പോൾ പറയുന്ന ആൾക്കാർ, ഇപ്പോൾ ഇത് സോക്കോൾ ഇപ്പോൾ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാർ, റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ, നമ്മളാരും ഒരിക്കലും രേണു സുധീനെ ബിഗ് ബോസിൽ കയറ്റാൻ വേണ്ടി ഒരിക്കലും കളിച്ചിട്ടില്ല. അത് അവർ കളിച്ച കളിയായിരുന്നു ബിഗ് ബോസിൽ കയറ്റാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ 2ാം അധ്യായം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ആ വീടിൻ്റെ പ്രശ്നത്തിൽ. രണ്ടാമത്, രേണുവിന് ഇപ്പോൾ വേറെ വരുമാനവും കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ പേരിൽ അവർക്ക് സഹതാപവും പരിപാടിയും കാര്യങ്ങളും കിട്ടണം. മൂന്നാമത്തെ കേസ് ഇനി കിച്ചുവിൻ്റെ ബിഗ് ബോസ്. ഈ 3 കാര്യമാണ്. ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് മനസ്സമാധാനമായിട്ട് പ്രാർത്ഥിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിട്ടു നിൽക്കല്ലേ അച്ചോ നല്ലത്. ഞാനും രേണു സുധിയുമായിട്ട് മുഖാമുഖം ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, സംസാരം ഉണ്ടാക്കിയിട്ടില്ല, ഒരു വഴക്കോ ദേഷ്യമോ അന്നേരം വന്നിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ സൈബർ ബുള്ളി ചെയ്യേണ്ട അനുഭവങ്ങൾ പലതും വന്ന സമയത്ത് നിരവധി മീഡിയാസ് എന്നെ ഇന്റർവ്യൂസ് ചെയ്തു. ഈ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ഞാൻ കൊടുത്തു. അത് രേണു സുധി ചെയ്തു പോയിട്ടുള്ളതായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഇവർ ചോദിക്കുമ്പോൾ ഞാൻ ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ അതിന് ഉത്തരം കൊടുക്കുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്ന കാര്യങ്ങൾ ഞാൻ വളരെ ദേഷ്യത്തോടു കൂടെ രേണു സുധിയെ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോകൾ കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇരട്ടത്താപ്പെന്ന് നിങ്ങൾ സമൂഹം ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വിഭാഗം, എല്ലാവരും ഇല്ല, ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആൾക്കാർ എന്നെ വീണ്ടും ഒരു കണ്ടന്റ് ആക്കി എടുത്തു വെച്ച് അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ. രേണു സുധി കേരള സമൂഹം കാണുന്നത് പോലെ ഒരു വലിയ ക്യാൻസറിന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ രേണു സുധി ഞാനുമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വേദനയായിരുന്നു. എനിക്ക് വളരെ വേദന ഉണ്ടായി. എന്റെ ഫാമിലിക്ക്, എന്നെ സ്നേഹിക്കുന്ന വെൽവിഷേഴ്സിന്, ലോകരാജ്യങ്ങളുള്ള എന്റെ ബന്ധുമിത്രാദികൾക്കൊക്കെ വേദന ഉളവാക്കി. അപ്പോൾ രേണു സുധിക്ക് സുഖമില്ലാത്ത സാഹചര്യങ്ങൾ വന്ന സമയത്ത് രേണു സുധിയുടെ പിതാവും മാതാവും സഹോദരിയും രേണു സുധിയും എന്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്ന് അവരെന്നെ നേരിട്ട് കണ്ടു. വന്നു പോയതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയുണ്ടായി. മാപ്പപേക്ഷിച്ച ശേഷം രേണു സുധിയും കുടുംബവും പ്രാർത്ഥനയ്ക്കായിട്ട് അവർ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ബിഷപ്പിന്റെ പ്രാർത്ഥന വളരെ ആവശ്യമായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ വളരെ ദുഃഖത്തിലൂടെയും വേദനയിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഷപ്പിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവരുടെ ഈ ദയനീയമായ, ഈ രോഗാതുരമായിട്ടുള്ള ഈ വേദനയുടെ സന്ദർഭത്തിൽ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവരോട് മനസ്സലിയുകയും അവരുടെ വീട്ടിലേക്ക് പോവുകയും പല സന്ദർഭങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ പോയി പ്രാർത്ഥനാ ചടങ്ങുകളിൽ സംബന്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യമായ കാര്യം. ആ ഒരു ബിഷപ്പെ നിങ്ങൾ അവർ യൂസ് ചെയ്യണം. മനസ്സിലായോ? ഇദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ ഇതിൻ്റെ പുറകിൽ വലിയൊരു സംഭവം ഉണ്ട്. അതായത് ആ വീട്, പിന്നെ ഇവർക്ക്
കാലാകാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് രേണു തന്നെയാണ്. ഇത് ഒരിക്കലും കിച്ചോ അല്ലെങ്കിൽ വേറെയുള്ള ആൾക്കാരോ ഈ പറയുന്ന വ്ളോഗേഴ്സോ തുടങ്ങിയിട്ടില്ല. ശരിയാണ് 1 2 എണ്ണങ്ങൾ 2 3 4 ആളുകൾ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെപ്പോലുള്ള അന്ന് വളരെ കാര്യമായിട്ട് സംസാരിച്ച ആൾക്കാർ, അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ടല്ല സംസാരിച്ച ആൾക്കാരൊക്കെ ഈ ഒരു കേസിൽ നിന്ന് വിട്ടു നിന്നിട്ടേ ഉള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത് ഒരു വിഭാഗത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇതൊന്നൊക്കെ വിട്ടു നിൽക്കല്ലേ ബിഷപ്പ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടാതെ മാറി നിന്നൂടെ? എന്തിനാ വീണ്ടും ഇത് കോണ്ടന്റ് ആക്കുകയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആദ്യം മനസ്സിലായാൽ ഇനി അതന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെന്നോട് നേരിട്ട് പറയുകയുണ്ടായി, തിരുമേനി ഞാൻ ഈ രോഗത്തിൽ നിന്ന് ക്യൂർ പ്രാപിച്ച് എല്ലാം ക്യൂർ ആവുകയാണെങ്കിൽ, അവർക്ക് ദൈവം പൂർണ്ണമായ വിടുതൽ സൗഖ്യവും ദൈവം നൽകുകയാണെങ്കിൽ, ട്രീറ്റ്മെന്റിലൂടെ അവർക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം ലഭിക്കുകയാണെങ്കിൽ, അവർക്ക് ദൈവം കൊടുക്കുന്ന സമയങ്ങളൊക്കെയും അവർക്ക് ദൈവം നൽകിയ സൗഖ്യത്തെ പറ്റി സാക്ഷി പറയുമെന്ന് പറയും. പലരോട് പോയി ഒരു മിഷണറിയായി സാക്ഷി പറയുമെന്ന് പറയും. ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പോയി എന്റെ രോഗത്തിൽ നിന്നും എനിക്ക് പ്രാർത്ഥനയിലൂടെയും മറ്റു കാര്യങ്ങൾ അനേക പ്രാർത്ഥനയിലൂടെ എനിക്ക് സൗഖ്യം ലഭിച്ചുവെന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനയിലൂടെയുള്ള സൗഖ്യത്തെ പറ്റി അവർ ജീസസിനെ സാക്ഷ്യപ്പെടുത്തുമെന്ന് അവരെന്നോടും പറഞ്ഞു. അവർ പബ്ലിക്കിനോട് അവരുടെ പ്രൈവറ്റ് ചാനലിലൂടെ അവർ പറയുവാനായിട്ടിടയായി. ഈ രാഹുൽ ദാസ് അത് ചെയ്യുമായിരിക്കാം, പക്ഷേ കോൺട്രവേഴ്സികളിൽ കെട്ടിപ്പടുത്തിട്ടുള്ള ഇമേജാണ് രേണുസുധിക്കുള്ളത്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ക്യാൻസർ പേഷ്യൻസും ക്യാൻസർ സർവൈവേഴ്സ് പല ആൾക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് അവരൊക്കെ പറഞ്ഞ കാര്യം എന്താ അറിയോ, ഈ കീമോ ചെയ്യുന്ന അവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്ന സമയത്ത് മനസ്സ് തളർന്നാലും ഇപ്പോൾ എത്രത്തോളം ധൈര്യം ഉണ്ടെങ്കിലും ആ ധൈര്യം ഈ രീതിയിലല്ല പുറത്തേക്ക് വരിക, അങ്ങനെയല്ല ചെയ്യാന്ന് എത്ര പേര് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞറിയോ. ഇവർക്ക് കോൺട്രവേഴ്സ് ഇല്ലാതിരിക്കാൻ കഴിയില്ല, അവരങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. അത് എന്തത് ഇവർ മനസ്സിലാക്കാത്ത മനസ്സിലല്ല. ഇദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാറി സുഖം പ്രാപിച്ച് വരട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ എനിക്കൊന്നെന്ന് വെച്ചാൽ ഞാൻ എഴുതി വെച്ചോളൂ, ഇത് കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെ തിരിച്ചു പറയേണ്ട സിറ്റുവേഷൻ വരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. ചെറുപ്പക്കാരൻ, ഇപ്പോൾ അവൻ 23 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന മേഖല ഇവിടെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് ഇവരുടെ ഈ പൊങ്ങന്താനമൊക്കെയുള്ള സ്ഥലങ്ങൾ. ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട പല അയൽവാസികളും ഈ രാഹുൽ ദാസിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഈ വസ്തു ഞാൻ എഴുതി കൊടുത്തതിന് ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും ആ കാര്യങ്ങളെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം അത് മനുഷ്യർ എന്തെങ്കിലും പറയുന്നതാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് പബ്ലിക്കിനോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പോഴെന്താണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുസുധിക്ക് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പൊതുസമൂഹത്തോട് പറഞ്ഞു. ആ സമയത്ത് രേണുസുധിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ പോരായ്മകളൊക്കെ നമ്മൾ ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയാ കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവം ആകാൻ പാടില്ല. അവർ ആരോഗ്യത്തോടിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായ സംഭവം? ആ ചെയ്തിട്ടുള്ള വീഡിയോ സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കിച്ചു ചെയ്തിട്ടുള്ള വീഡിയോ, ഇവൻ ഒരു കാര്യമില്ലാതെ ഈ സ്ത്രീനെ ബുദ്ധിമുട്ടിക്കുകയാണ്, ക്യാൻസർ വന്നിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീനെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുള്ള പിക്ചർ വിത്ത് തെളിവ് പോലെ എഡിറ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിനെ കാണിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് മിസ്ലീഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതായത് എൻ്റെ 11 വയസ്സ് മുതൽ ഞാൻ നോക്കിയിട്ടുള്ള പയ്യൻ എന്നെ കാണാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ചെക്കനെ സൈബർ ബുള്ളിങ്ങിനും പിന്നെ അവരുടെ ആൾക്കാർ കയറിയിട്ട് ഈ ചെക്കൻ്റെ പരിയായി കിടക്കുന്ന അവൻ്റെ ബിസിനസ്സാണെങ്കിലും പരിപാടിയാണെങ്കിലും അവൻ ഒരിക്കലും ഗതി പിടിക്കരുത്, ഒരു നല്ല ഇമേജ് അവന് ഉണ്ടായിരിക്കരുത്, അവനെ സ്ഥിരമായിട്ട് രേണുവിനെതിരെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ചില ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആ കാര്യങ്ങൾക്ക് പൊറുതി മുട്ടിയിട്ടാണ് ഇവൻ ഈ ഒരു രീതിയിലുള്ള വീഡിയോ ഇട്ടിട്ടുള്ളത്. അതൊന്നും എവിടെയും വന്നിട്ടില്ല. ആകെ രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ഞാൻ കാണാൻ പോകാത്ത വിഷമം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, രണ്ടാമത് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ വേറെ യാതൊരു വസ്തുവില്ല. ആ മറുഭാഗത്തുനിന്ന് ബിഷപ്പ് കണ്ടിരിക്കുന്ന എല്ലാ വീഡിയോസും ഇത് കീമോ കഴിഞ്ഞ് കിടക്കുന്നതും അങ്ങനത്തതും വിഷമം അനുഭവിക്കുന്നതും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കർത്താവിൻ്റെ പാട്ടുകൾ പാടുന്നതും ഇത് മാത്രമേ ഈ ബിഷപ്പ് കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ, വേറെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. 100% ഉറപ്പാണ്. രേണു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റീലിൽ പിന്നെ കർത്താവിൻ്റെ കുറച്ച് പാട്ടുകളും ദൈവികമായ കുറച്ച് പാട്ടുകളും കാര്യങ്ങളും പാടുന്നതും വിഷമിക്കുന്നതും മാത്രമായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവരോട് വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചത് നമുക്ക് സോൾവ് ചെയ്യാം. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ അവർക്ക് രണ്ടു കൂട്ടർക്കും അത് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവര് രണ്ടു കൂട്ടരും അത് പറയാതെ രണ്ടു കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു, ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ തെറ്റ് ബിഷപ്പെ, തെറ്റ് രണ്ടുപേരും കൊണ്ടുവന്നിട്ടില്ല. നമ്മളൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അദ്ദേഹം വിശ്വസിക്കില്ല. പക്ഷെ രണ്ടുപേരും കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നത് അവരാണ്, രേണുസുധിയാണ്.
ബിക്കോസ് അവർക്ക് വേണ്ടത് കോൺട്രവേഴ്സി മാത്രമാണ്. അവർക്ക് വേണ്ട കോൺട്രവേഴ്സിയാണ് അവരുടെ ഫ്യൂവല്. സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഇപ്പോഴും അവരത് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ നെഗറ്റിവിറ്റി കൊണ്ട് നിലനിൽക്കാമെന്നുള്ള രീതിയിൽ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. നല്ല രീതിയിൽ അവർ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കും. അസുഖം വന്ന സമയത്ത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്താണ്. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു നിമിഷം എല്ലാം കൂടി തലയിൽ കയറ്റി വയ്ക്കുന്നു, അടുത്ത നിമിഷം എടുത്തടിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അടിച്ച ആൾക്കാരെ നമ്മൾ നല്ലൊരിത് കണ്ടു കഴിഞ്ഞാൽ അവർ ഭൂരിഭാഗം ആൾക്കാരും 90% ആൾക്കാരും പോരെ 90% ആൾക്കാരും അവരെ പൊന്തിച്ച് കൊണ്ടുവരും. അവരുടെ വിഷമം മനസ്സിലാക്കിയിട്ടുള്ള കമൻറ്റ് ബോക്സും അവർ വിഷമം മനസ്സിലാക്കിയിട്ടുള്ള വീഡിയോസിന് റീച്ച് വരുന്നവർക്ക് ഓരോ വീഡിയോയ്ക്ക് 4-5 ലക്ഷം വ്യൂസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വരുമാനം കിട്ടുമായിരുന്നവർക്ക്. അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ പോരെ. കീമോയുടെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ ഇന്നലെ വേറൊരു സംഭവം കേട്ടു കേട്ടോ, എനിക്ക് സത്യമാണെന്നുള്ള അറിയില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിന് പല വിഷയങ്ങളുണ്ടായിട്ട് അവിടുന്ന് രേണുവിനെ അവർ വിളിച്ച് വാൺ ചെയ്തു എന്നിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരാളിനോട് പറഞ്ഞു കോൺടാക്ട് ചെയ്തത്. അതായത് അവർ ഈ പറഞ്ഞ ഈ ഇതുപോലെ മെഡിക്കൽ കോളേജിലുള്ള വിഷയങ്ങളൊക്കെ വന്ന് പറയട്ടെ, കീമോൻ്റെ പ്രശ്നമാണ്, മുടി കൊഴിയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ മനോധൈര്യം കെടുത്തുന്ന രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിലും പ്രശ്നങ്ങളായിട്ടുണ്ട്. പ്രത്യേകിച്ച് പിക്ക് ലൈൻ അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നിട്ട് അവർ വിളിച്ച് വാൺ ചെയ്തുകൊണ്ടൊരു ന്യൂസും കേട്ടു. ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. ദേശനിവാസികളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ളവർ. കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. അതിന്റെ പ്രധാന കാര്യം, രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടില് ചടങ്ങ് എന്തോ നടക്കുമ്പോൾ ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, നിരവധി കാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്ത് അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു, അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവരെ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് അവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടുത്താനും പോലീസ് അവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് റിയലി സോറി ബിഷപ്പ്, എക്സ്ട്രീംലി സോറി. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളല്ലേ, സാധാരണക്കാരമാതിരി ഒരു എന്താ പറയുക, അവിടെയും ഇവിടെയും കേട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുവരെ 2 പ്രാവശ്യം അവനെ കണ്ടിട്ടുള്ളൂ. പിന്നെ വല്ലവരും പറഞ്ഞ് കേട്ട കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഒന്ന് പരസ്പരം വിളിച്ച് സംസാരിക്കുക, വിളിച്ചാൽ വരാതിരിക്കുമോ, സംസാരിക്കുക, ഉപദേശിക്കുക, അത് ചെയ്തൂടെ? തലേ കൈ വെച്ച് അനുഗ്രഹിച്ച് ഉപദേശിച്ചു കൊടുത്തൂടെ? പ്രശ്നക്കാരനാണ് നിൽക്കുക, ദ ബിഗ്ഗസ്റ്റ് പ്രശ്നക്കാരൻ. ഇപ്പം ബിഷപ്പ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തെമ്മാടിയും, ഈ നാട് കണ്ട ഏറ്റവും വലിയ തെമ്മാടിയും അലവലാതിയും ഒക്കെയാണ് ആ പയ്യൻ വിചാരിക്കുക. 10-23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, പ്രായമുള്ളവർ തന്നെ മാനസാന്തരം വന്നിട്ട് നന്നാവാൻ, അല്ലെങ്കിൽ അല്ലാത്തവരൊക്കെ വിളിച്ചിട്ട് വീട്ടുകാർ കൊണ്ടുവരില്ലേ, പല രീതിയിൽ നടക്കുന്ന ആൾക്കാരൊക്കെ ബിഷപ്പുമാരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നില്ലേ? എന്നിട്ട് അവർ തലേ കൈ വെച്ച് അനുഗ്രഹിച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് അനുഗ്രഹിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നില്ലേ? അതുപോലെ ചെയ്തു കൊടുക്കാൻ പറ്റില്ലായിരുന്നോ? എനിക്കതാ മനസ്സിലാവാത്തത്. അവിടെയല്ലേ ഡിഫറൻസ് വരേണ്ടിയിരുന്നത്? ഒരു പടി മുകളിൽ നിൽക്കേണ്ട ആൾക്കാരല്ലേ ഇങ്ങനെയാണോ എടുത്തു ചാടുക സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ? പിന്നെ ഏതെങ്കിലും വ്ളോഗേഴ്സ് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ തലയ്ക്ക് കുതിര കയറിയിട്ട് എന്താ കാര്യം? ഇപ്പം ഇവിടെ കിടക്കണം, ഞാൻ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് അവിടെ കിടക്കണം അവൻ്റെ മേലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയുള്ള കാര്യമാണോ? ഇതിപ്പോൾ ഒരു ബിഷപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. വേറെ ആരെങ്കിലും ആണെന്ന് ഇങ്ങനെയല്ല സംസാരിക്കുക. ആരുടെയും പാവ ആകാതിരിക്കുക. കളിപ്പാവയാണ് ഇപ്പോൾ ഐ എം റിയലി സോറി, ഇപ്പോൾ കളിപ്പാവയാണ്. ഇപ്പോൾ ആൾക്കാരിട്ട് കളിപ്പിക്കുകയാണ്. അതിനല്ലല്ലോ ചെയ്യേണ്ടത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ബിഷപ്പിന് പറ്റിയ സ്ഥലമല്ല. ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടുത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്ത് 2024 സാധനമാണ് ഇപ്പോൾ ഫാദർ 2026 പൊക്കി പിടിച്ച് കൊണ്ടുവരുന്നത്. ഈ കോലത്തിൽ പണ്ട് സുധി പെണ്ണ് പിടിച്ചു പറഞ്ഞിട്ട് സുധീനെപ്പോൾ പിടിച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. കാരണം സുധി മരിച്ചു പോയല്ലോ. മരിച്ചു പോയിട്ടില്ല, അസുഖം വന്നിട്ടില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യനെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയാണോ? അവൻ അസുഖമില്ല, അവൻ ജീവനോടുണ്ട്. ഈ ഇതാണോ അവൻ്റെ ക്വാളിഫിക്കേഷൻ?
അവൻ ഇന്ന് ഇത്രയധികം ക്രൂശിക്കപ്പെടാൻ ഉള്ള അവൻ്റെ ക്വാളിഫിക്കേഷൻ തന്നെ ഈ രണ്ട് സാധനമാണ്. ഒന്ന്, അവൻ മരണപ്പെട്ടിട്ടില്ല. രണ്ടാമത്, അവന് ക്യാൻസർ പോലത്തെ അതുപോലത്തെ അസുഖങ്ങളോ മാരക പ്രശ്നങ്ങളോ ഒന്നുമില്ല. ആരോഗ്യവാനായിട്ട് അവൻ അവൻ്റെ സ്വന്തം പരിപാടിയും കാര്യങ്ങളും നോക്കിയിട്ട് അവൻ മുന്നോട്ട് പോകുന്നു. അവൻ സ്വന്തം അധ്വാനിച്ച് ജീവിക്കുന്നു. പണ്ട് ചെയ്ത തെറ്റുകൾ ഉണ്ടായിരിക്കാം. ഇതാണ് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, ഞാൻ പറഞ്ഞു പല കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ, ഒറ്റ കാര്യം ഇപ്പൊ പറഞ്ഞുള്ളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു, ഇവരവിടെ ചെല്ലുന്നു, ഇവർ പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു, കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതിയിൽ ഫൈൻ കെട്ടിവെക്കുന്നു, ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തുകൊണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണല്ലോ. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി. ഞങ്ങൾക്കൊന്നും അറിയില്ല എന്തുകൊണ്ട്. ഫാദറിനെ ഉത്തരം അറിയിച്ചാൽ പറയൂ. ആരെങ്കിലും ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് അവൻ എന്തുകൊണ്ടാണ് ബൈക്ക് എടുക്കാതിരിക്കാൻ കാരണം? അല്ലെങ്കിൽ കിച്ചു എല്ലാം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ചു പറഞ്ഞു വരും. അവിടെയാണ് ഈ ചക്കൻ്റെ ബുദ്ധിമുട്ട്. ഇവന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അവനും സമൂഹത്തോടൊന്നും സംസാരിക്കാൻ കഴിയില്ല. കാരണം അതാണ്. ഞാൻ ഇദ്ദേഹത്തിനെ കുറ്റം പറയല്ല കേട്ടോ, ഇതിന് ആകെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ബ്രെയിൻ വാഷ്ഡായി പോകാൻ പാടുമോ ഇതുപോലത്തെ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ? തൊട്ടടുത്ത വീടാണ് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു, എന്നോട് കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ എന്താ ആൻസർ കൊടുക്കണം? എനിക്ക് എന്താ അറിയാൻ പറ്റുമോ അതിനെപ്പറ്റി? നിങ്ങൾ വീട് കൊടുത്തിട്ടുള്ള രേണുസുതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ, ഇപ്പോൾ ഒക്കെ പറഞ്ഞു തരണ്ടല്ലോ ഭഗവാനെ, ആ സ്ത്രീയുടെ പരിപാടികൾ ഒറ്റൊന്ന് കാരണം സമൂഹം മൊത്തം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അന്നൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ. ഞാനത് ആലോചിക്കുന്നത് എന്താ ഇത് വിഷയം? സമൂഹത്തിൽ അയൽവാസികളായിട്ടുള്ള പല പ്രിയപ്പെട്ടവർ പല കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. അപ്പോഴാണ് അതിന് ഭീകരമായ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായത്. ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞില്ല. പക്ഷേ ബിഷപ്പ് എന്തോ തെറ്റ് ചെയ്തു, ബിഷപ്പ് എന്തോ കോർണർ ചെയ്തു. ഞാൻ എന്തിന് കോർണർ ചെയ്യണം? ഞാനൊരു അനാഥമായിട്ടുള്ള അനുഭവത്തിൽ കടന്നുപോയ ഒരു കുട്ടീനെ ചേർത്ത് നിർത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി. ഇളയ കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനില്ല. ആ 2 കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിൽ തുല്യമായി എഴുതി കൊടുത്ത ഞാൻ എന്ത് കോർണർ ചെയ്യണം? ഒരിക്കലും കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നവരെ ക്രൂശിക്കുന്ന ഒരു സാഹചര്യം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇടുകയാണെങ്കിൽ ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ പാണ്ടിപ്പട സിനിമയിൽ പറഞ്ഞ മാതിരി ഓ 30 ഏക്കർ ജമീൻ ഓ അണ്ണാക്കി ഹെയറില്ലേ, അതാണ് വിഷയം. ആ ഒരു സെൻറ്റ് സ്ഥലവും വീടും. ഇപ്പോൾ രേണുവിന് കഥ എനിക്കറിയില്ല, ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന രേണുവിൻ്റെ സ്ഥിതി എനിക്കറിയില്ല, ഞാൻ പറയുന്നില്ല ഒന്നും. പക്ഷേ തങ്കുവിനും ടീമിനും രേണുവിൻ്റെ ബാക്കിയുള്ള ഫാമിലിക്കൊന്നും കിച്ചു ആരുമല്ല. കറക്റ്റ്, ഒന്നുമല്ല കിച്ചു. അപ്പം അങ്ങനത്തെ ഒരു പയ്യന് സ്വന്തം മകളുടെ കുട്ടി, സ്വന്തം പേരക്കുട്ടി അനുഭവിക്കുന്നതിൻ്റെ പകുതി മറ്റവനും കൂടി കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നൊരവസ്ഥ. പ്രത്യേകിച്ച് അവനിപ്പോൾ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു അവസ്ഥയിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്വത്തിൻ്റെ ബാക്കി, ഈ വീടിൻ്റെ പകുതി അവനും കൂടി കൊടുക്കേണ്ടി വരും എന്നുള്ള ആ ഒരു കുരുട്ട് ബുദ്ധിയിൽ നിന്നുണ്ടായിട്ടുള്ള സംഗതികൾ മാത്രമാണ് ഇതിൻ്റെ പുറകിൽ. അതാണ് ഈ രീതിയിൽ കുറച്ച് ആധികാരികമായിട്ട് വേറെ ആരെങ്കിലും ഒന്നും വിളിച്ച് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും ഇതാക്കില്ല. അപ്പോൾ സ്ലോലി ഇതുപോലത്തെ ഒരു വ്യക്തിനെ, ഈ പാവത്തിനെ പറഞ്ഞ് പറ്റിച്ചിട്ട് വേറൊരു പിക്ചർ കൊടുത്തിട്ട് ഇറക്കുകയാണ്. ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും, എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. നല്ല കാര്യമല്ലേ? അതിനെന്താ കുഴപ്പം? അവൻ അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്, പോട്ടെ. കിച്ചുവിന് ബിഗ് ബോസ് സെലക്ഷൻ കിട്ടിയോ? ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, നമ്മളോട് ആരും പറഞ്ഞില്ല, ഞാൻ അറിയേണ്ടതാണോ അറിയില്ല. ഇതൊക്കെ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിരിക്കുകയാണല്ലോ ഭഗവാനെ. കോർണർ ചെയ്യണം, പക്ഷേ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. ഞാനൊരു വാണിംഗ് അന്ന് കൊടുത്തു, ഈ വസ്തു എഴുതി കൊടുത്ത് എന്നോട് പോലീസ് എൻക്വയറി ചെയ്തു, ബിഷപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ബിഷപ്പിന് അറിയാമെങ്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് സാർ പറയുന്നത് ഈ കാര്യങ്ങൾ അറിയുന്നത്, എനിക്ക് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്ന് അന്നേരം പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ സ്ഥലവാസികളായിട്ടുള്ള അയൽവാസികൾ അവരറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ തെളിവ് സഹിതം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സ് പറ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തെറ്റിനെ സപ്പോർട്ട് ചെയ്യണോ? ഞാൻ അതുകൊണ്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞു, ഇനിയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. തൃക്കൊടിത്താനം സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇനിയും ഉണ്ടാവുകയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. വണ്ടി എടുക്കാൻ ചെല്ലുന്നില്ല. രേണുസുതി ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്ത്രീ അല്ല അവര്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ രാഹുൽ ദാസിനെ പുറത്താക്കിയിട്ട് ആ പ്രോപ്പർട്ടി അവർക്കോ അവരുടെ കുഞ്ഞിനോ വേണമെന്നും പറഞ്ഞ് അവർ അതിനുവേണ്ടി എവിടെയും ഒരു ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ അത് അന്നും പറഞ്ഞു, എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു. ഈ രാഹുൽ ദാസിന് നല്ല മനോഹരമായ ഒരു വീട് KHDC എന്ന് പറയുന്ന ഒരു സംഘടന പണിതു കൊടുത്തിട്ടുണ്ട്. ഫിറോസിന്റെ നേതൃത്വത്തിൽ KHDC എന്ന് പറയുന്ന ഒരു സംഘടന നല്ലൊരു വീട് അവിടെ പണിതു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ രാഹുൽ ദാസിന് അവിടെ വന്ന് സന്തോഷമായി താമസിക്കാം. അവൻ അവിടെ മനോഹരമായിട്ടൊരു റൂമുണ്ട്, സന്തോഷമായിട്ട് അവിടെ വന്ന് താമസിക്കാം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഒരു പ്രശ്നത്തിന് പോവുകയാണെങ്കിൽ എനിക്കും ആ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം ഒരു പോലീസ് ഈ കുട്ടി എവിടെ പ്രശ്നത്തിന് പോയത്? അവിടെ ഒന്നും താമസിക്കാൻ പറ്റിയ സാഹചര്യമാണല്ലോ, അത് ബെസ്റ്റ് സാഹചര്യമാണ്. ഇവനെവിടെ എനിക്ക് മിസ്സായതാണോ അറിയില്ല. എനിക്കിത് പലപ്പോഴായിട്ട് അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ്,
നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കാം സീരിയസ്ലി. ഇവൻ എവിടെയെങ്കിലും ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ മിസ്സായി പോയതാണോ? ഞാൻ ആൻസർ ചെയ്തതായിട്ടുണ്ട്. കാരണം 15 വർഷത്തേക്ക് ഈ വസ്തുവിന്റെ ഉത്തരവാദിത്തം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്റെ പേരിലൂടെയാണ്. ഈ പ്രോപ്പർട്ടി ഇവർക്ക് ക്രയവിക്രയം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഈ 15 വർഷത്തേക്ക് കൊച്ചുകുട്ടി മൈനറാണ്. രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസ് എന്നാണ്, മൈനറാണ്, 6.5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് 18 വയസ്സ് വരെ ആ കുട്ടിയുടെ പ്രോപ്പർട്ടി വിറ്റുപോകാതിരിക്കുവാൻ ഇതിന്റെ ആധാരത്തിൽ ആ ഡോക്യുമെന്റ് ചെയ്തേക്കുമ്പോൾ അത് സെയിൽ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എന്നെ കൂടെ ഉത്തരവാദിത്തപ്പെടുത്തി അവരെന്ത് ചെയ്തിരിക്കുന്നു, ആധാരം ഡോക്യുമെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 15 വർഷത്തേക്ക് ഈ പ്രോപ്പർട്ടിയിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും ഞാൻ ഉത്തരവാദിത്തമായിട്ട് കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് എന്നോട് ചോദിച്ചത് ബിഷപ്പിന് പറയാനുള്ള കാര്യങ്ങൾ പറയുക. അപ്പോഴാണ് ഞാൻ അറിയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോഴാണ് പോലീസ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇനി ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ അതിൽ ഇടപെടേണ്ടതായിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വാണിംഗ് അല്ല, ത്രെട്ടനിങ്ങും അല്ലത്. എന്ത് ഇഷ്യൂ ആണ്? അവിടെ വീട്ടിൽ വന്നിരുന്ന് കള്ളുപിടിച്ചതോ? തിരിച്ചു പോകുന്ന സമയത്ത് ബൈക്ക് പിടിച്ചു, അത് അങ്ങനെയാണ് വെച്ചാൽ അതിന് പോലീസിൽ പരാതി കൊടുക്കും. അതിന് ബന്ധപ്പെട്ട ആൾക്കാർ പരാതി കൊടുത്തിട്ട് പരാതിയായിട്ട് മുന്നോട്ട് എന്താ അറിയോ, കാര്യങ്ങൾ മുഴുവൻ തുറന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ എന്താ ചെയ്യുക, അവിടെയും ഇവിടെ അറ്റവും മൂലയും മാത്രം പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുക. പണ്ട് വേറൊരു രീതിയിൽ ചെയ്തിരുന്നു, ഇപ്പോൾ വേറൊരു രീതിയിൽ ചെയ്യുന്നു. കോൺട്രവേഴ്സി ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോവുക, ടോപ്പിക് ഓഫ് ഡിസ്കഷനായിട്ട് നിൽക്കുക. രേണു അസുഖം ഭേദമായി വരുന്നത് വരെ ഇപ്പോഴും കോൺട്രവേഴ്സിയിൽ തന്നെ നിലനിൽക്കുക. ഈ ഒരു ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് രേണുസുധീനോ അല്ലെങ്കിൽ രേണുസുധിയുടെ മോനെ കിച്ചുവിനെ വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, രേണുസുധിയുടെ മകൻ രാഹുൽ ദാസിന്റെ നമ്പർ എന്റെ കയ്യിലില്ല. എനിക്ക് വിളിക്കാനായിട്ടുള്ള സന്ദർഭങ്ങളില്ല. മാത്രമല്ല ഞാൻ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത് ഒരു വിഭാഗം യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ബ്ലോഗേഴ്സ് ആണ് അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത്. അവരോടാണ് അദ്ദേഹം ആശയവിനിമയങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന അനുസരിച്ചാണല്ലോ ഇപ്പൊ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നു. അല്ലാതെ അതാണ് പ്രശ്നം. ഈ കുറച്ചൊക്കെ ഈ ശരിക്കും ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും ഈഗോ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈഗോ അല്ല കേട്ടോ, ഈഗോ എന്നല്ല പറയുന്നത്. വളരെ മോശമായിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടും ഇദ്ദേഹം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും, ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു തംബ്നെയിലുണ്ട്, ഇയാളിങ്ങനെ വായും പിടിച്ച് ആറ് നിൽക്കുന്ന ഒരു പ്രത്യേക ഭാവത്തിൽ, പിന്നെ അല്ലെങ്കിൽ AI ഇതിൽ പിന്നെ മാറ്റം വരുത്തുക, ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തോന്നിയാസം എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ എഴുതി പിടിപ്പിച്ചൊറ്റ കാര്യങ്ങൾ ഇത് മാത്രമേ അയാൾ കാണുന്നുള്ളൂ, ഇദ്ദേഹം ഇതൊന്നും ഫുള്ളിക്കൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ മോശമായിട്ടുള്ള തംബ്നെയിൽ ഉണ്ടാക്കിയിട്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വലിയൊരു പങ്കുണ്ട്. ഉപദേശപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല. കാരണം ചിലർ ഇങ്ങനൊരു കമന്റ്സ് ഇട്ടു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, ആരതാണെന്നറിയില്ല, കിച്ചു അറസ്റ്റിൽ ആ പയ്യനെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത്, അതായത് ഹാൻഡ് കഫ്സ് അണിഞ്ഞിട്ട് ആ പയ്യൻ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ ഒരു സാധനം കണ്ടു. അടിയിൽ അറസ്റ്റിൽ നിന്നിട്ടുണ്ട്. ഈ എഴുതിയവൻ്റെയൊക്കെ ഞാൻ വിളിക്കുന്നില്ല, കാരണം നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. എന്ത് തെമ്മാടിത്തരാണ് അതൊക്കെ, എന്ത് തോന്നിയാസാണ് അതൊക്കെ, ഇതൊന്നല്ല പറയാനുള്ള വാക്ക് കേട്ടോ. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് ബിഷപ്പ് കോർണർ ചെയ്യുന്നത്. എന്തിന്? രാഹുൽ ദാസിന്റെ പേര് തന്നെ ഞാൻ എടുത്തു പറയാൻ കാര്യം, അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതിൽ എനിക്ക് എന്നാ പ്രോബ്ലം? അദ്ദേഹത്തിന്റെ പിതാവിന്റെ മതത്തിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പ്രകാരം പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിളിച്ചൊരു ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഇവിടെ ഇങ്ങനെ പല ഇഷ്യൂസ് കേൾക്കുന്നു. മാത്രമല്ല അവരുടെ വീട്ടിലും ചില പ്രയാസങ്ങൾ നേരിട്ടതായിട്ട് സമൂഹത്തിൽ വാർത്തകൾ വന്നല്ലോ, സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കണ്ടു കാണും, പല വാർത്തകൾ വന്നായിരുന്നു. മേജറായ ചില ഇഷ്യൂസ് അവരുടെ വീട്ടിലുണ്ടാകുന്നതായിട്ട് വാർത്തകൾ കേട്ടല്ലോ. ആ സന്ദർഭത്തിൽ എനിക്ക് നേരിട്ട് വിളിച്ച് പറയാൻ നമ്പറുകളില്ല. ഞാനപ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്തൊരു ജ്യേഷ്ഠ അനുജനെ വഴക്ക് പറയുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്നത് ആരാണ്? മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഞാനും രേണുസുധിയും തമ്മിൽ മുഖാമുഖം പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മൊത്തം സോഷ്യൽ മീഡിയയിലായിരുന്നു ഭയങ്കരമായ ഒരു വഴക്കും പ്രശ്നങ്ങളും നടന്ന് എന്റെ ഭാഗം ഞാൻ പറയുന്നു, അവരുടെ ഭാഗം അവർ പറയുന്നു. അങ്ങനെ ഒരു വലിയ 2 വർഷം അതവൻ പോയി എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ ദാസ് ഇദ്ദേഹത്തെ വിഷപ്പാമ്പോ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് ബിഷപ്പ് എന്നുള്ള ഒറ്റ പേരിലുകൊണ്ട് വിഷപ്പാമ്പ് എന്ന് പറഞ്ഞു. ഇനി അതല്ല പിന്നെ വേറെ വല്ല പേരുമായിരുന്നു ഇദ്ദേഹത്തിന് ഉള്ളതെന്നുണ്ടെങ്കിൽ, വേറെ വല്ല സംബോധന ഇദ്ദേഹത്തിന് വെച്ചാൽ ആ ഒരു രീതിയിൽ അതിനെ കണക്ട് ചെയ്ത് തെറിയാക്കി മാറ്റിയത്. ബിഷപ്പ് എന്നുള്ളതിന് ബിഷപ്പല്ല, അത് വിഷപ്പാമ്പാന്നാണ്. ആ വിഷ വരുന്നുണ്ട്. പുരോഹിതൻ എന്നുള്ള സാധനം ആണ് ഉദ്ദേശിച്ചെങ്കിൽ ഇവർ വേറെ വല്ല പൂ വെച്ചിട്ട് ഇദ്ദേഹത്തെ പറയുമായിരുന്നു. കാരണം അത്രയും മോശമാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ആൾക്കാരാണ്, പബ്ലിക്കിലേക്ക് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവർ പേഴ്സണലി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും? മുഖാമുഖം കണ്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇയാൾ ഇത്ര പാവാണല്ലോ, ഇയാൾ ഇങ്ങനെ ഒരു പാവം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഒന്നും അറിയാതെ ഒരു പാവയായി പോവുകയാണ്. ഞാൻ അവരെ വിളിച്ച് അഡ്വൈസ് ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ ഒരു ഇന്റർവ്യൂ ചെയ്ത ചാനൽ ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞത് ഇനിയും ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വാണിംഗ് ആയിട്ട് ആ പയ്യന് തോന്നിയെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. കാരണം അതുപോലുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. ഇനിയും പല കാര്യങ്ങളും സമൂഹത്തിൽ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാനത് അറിയിച്ച് പറയണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ ആവശ്യം എനിക്ക് എന്താണ്? ഇപ്പൊ എന്നോട് ചോദിച്ച ഒരു കാര്യമേ ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ മുൾമുനയിൽ നിർത്താനുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഉണ്ടോ? അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് വീട് എഴുതി തിരിച്ചു മേടിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. എനിക്ക് വേണ്ട. അദ്ദേഹത്തിന് എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷത്തോടെ
ഫാദറിന് അതൊന്നും കിട്ടാനില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഇയാൾക്കൊന്നുമില്ല. പക്ഷെ അത് കിട്ടാനുള്ളവരുണ്ടെങ്കിലോ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇത് അവസാനം ഇവൻ പറയണം എനിക്ക് ഈ വസ്തു ഒന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് അവൻ എഴുതി പോകുന്നൊരു കണ്ടീഷനിലേക്ക് അവനെ എത്തിക്കാനുള്ളൊരു പരിപാടി അതിനുള്ളിൽ നടക്കുന്നുണ്ട്. വീടാണ് 2 അനുജനും ജ്യേഷ്ഠനുമായിട്ട്. അത് അവരുടെ പേരിൽ തന്നെ അങ്ങനെ നിലനിൽക്കുന്നു. പിന്നെ എനിക്ക് പൊതുസമൂഹത്തോട് ഒരു കാര്യം പറയാനുണ്ട്. ദയവായി നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ വെയറബൌട്ട്സ് അറിഞ്ഞിട്ട് ദയവായി നിങ്ങൾ സഹായിക്കാം. ഈ ക്രൂശിക്കുന്ന ഞാനൊരു പയ്യനെ ക്രൂശിച്ചു എന്നാണ്, ഒരു പയ്യനെയും ക്രൂശിച്ചിട്ടില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ചു. ആ തെറ്റ് എന്തുവാന്നുള്ളത് ആ കൊച്ചൻ ആ പയ്യൻ തന്നെ വന്ന് സമൂഹത്തോട് പറയേണ്ട പല കാര്യങ്ങൾ കാണും. എനിക്കിപ്പോ പല കാര്യങ്ങളും പബ്ലിക്കിനോട് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. പല കാര്യങ്ങളുണ്ട്. വിത്ത് എവിഡൻസ് ആണ്. വിത്ത് എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് കള്ളത്തരമല്ല. ഇതൊക്കെ പുറത്തു വന്ന കാര്യമാണ് കുറേ മുന്നേ. അന്ന് ഫാദർ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല, വേറെ വല്ല കാര്യങ്ങളിലും ആയിരിക്കും. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞു. ഇപ്പം എന്താ ശ്രദ്ധിച്ചാൽ വേറെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് തോന്നിപ്പിക്കുന്ന രീതിയിൽ പുറത്തേക്കുള്ള ഒരു ഇംപ്രഷൻ കൊടുക്കാനുണ്ട്. പക്ഷേ എനിക്കത് അവരുടെ ഫാമിലി കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എന്നോട് നെയ്ബേഴ്സ് ആയിട്ടുള്ളവര്, ഇവര് താമസിച്ചോണ്ടിരിക്കുന്ന വീടിനടുത്തുള്ളവര് എന്നെ വന്ന് കണ്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. വിത്ത് എവിഡൻസ് ആണ്. പക്ഷേ എനിക്കത് പബ്ലിക്കിൽ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സഹായിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോവാ. ബിഷപ്പ് അങ്ങനെ പറഞ്ഞു, രാഹുലിന്റെ പക്ഷം നിൽക്കുന്നവർ വോട്ട് ചെയ്യട്ടെ. ചെയ്തോ, എനിക്ക് വോട്ടും വേണ്ട, ഞാൻ ബിഗ് ബോസിലും പോകുന്നില്ല. ഞാൻ അതിനല്ല പറയാം. അദ്ദേഹം ബിഗ് ബോസ് അയ്യോ അതൊക്കെ പറയുന്നവരുണ്ടായിരിക്കും. അതൊക്കെ പല താല്പര്യമുള്ളവരും എവിടെയോ കിടക്കുന്ന ഏതെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അതിന്റെ അർത്ഥത്തിലൊക്കെ ഇങ്ങനെ വന്ന് പറയാൻ പാടുമോ? എന്റെ സന്തോഷം. രേണുസുതി ബിഗ് ബോസിൽ പോയി, അത് ഇവർ തിരിച്ചു വന്നു. ഇദ്ദേഹം ബിഗ് ബോസിൽ പോയി. ഇനി അടുത്ത വർഷം വേറൊരാളായിരിക്കും. അന്നേരം ഇവർ ആരെ എങ്ങനെ എന്റെ പേര് എടുത്തു വെക്കും? ഇപ്പൊ ഒരാഴ്ച കൊണ്ട് എന്നെ വെച്ച് ഇവര് നല്ലപോലെ വീഡിയോ ചെയ്തു. അരമണിക്കൂർ ഇടപെട്ട് വീഡിയോ എടുത്തുണ്ട്. എന്താണെന്നറിയോ? ഡോളറായിട്ടാണ് വരുന്നത്, രൂപയായിട്ടല്ല വരുന്നത്. കാരണം ഇത്ര വ്യൂവേഴ്സിന് ഇത്ര ഡോളർ വെച്ചാ. നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലുണ്ട്. ഞാൻ കൈപൊക്കുന്നുണ്ട്, ചരിഞ്ഞിരിക്കുന്നുണ്ട്, നേരെ ഇരിക്കുന്നുണ്ട്, എല്ലാം എടുത്തു. ഞാനൊരു വീഡിയോയിൽ കണ്ടു. ഇയാളുണ്ട് ഇങ്ങനെ, വീഡിയോ അല്ല ഒരു സമയം ആറിയിരിക്കുന്നത് തല പൊന്തിച്ചിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ അടിയിൽ. സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ നെഗറ്റീവ് ആക്കും തോറും ഞാൻ ധൈര്യപ്പെട്ട് പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. ഞാൻ രാഹുൽ ദാസിനെയോ രേണു സുധിയോ ഇകഴ്ത്താനോ, ഇനി എന്നെ ഇകഴ്ത്തിക്കൊണ്ട് രാഹുൽ ദാസിനെ പുകഴ്ത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എനിക്ക് വിരോധമില്ല. ഇവിടെ ഇകഴ്ത്തിയിട്ട് ആ പയ്യനെ ഇപ്പം ഈ രീതിയിൽ ഇകഴ്ത്തിയിട്ടുള്ളത് ബിഷപ്പ് മാത്രമാണ്. ബിഷപ്പ് മാത്രമല്ല, മറ്റവരുണ്ട്. പക്ഷേ ബിഷപ്പാണ് ഈ ഒരു സംഭവം കാര്യമായിട്ട് വീണ്ടും ചർച്ചാ വിഷയമാവാനുള്ള കാരണം. കഴിഞ്ഞ വീഡിയോ ആണ്. ആ മറ്റേ ചാനലുണ്ടല്ലോ, എന്താണ് മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ചാനലിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ഞാനൊരു മിഷണറിയായി ഞാൻ ജീവിച്ചു. ഞാൻ അതുകൂടെ പറയുകയാണ്, ഒരു വ്യക്തിയിൽ നിന്നോ ഒരു സമൂഹത്തിൽ നിന്നോ 1 രൂപയുടെ സഹായം ഞാൻ പൊതുജനങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചല്ല മിഷണറിയായി ജീവിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇടുന്നവർക്ക് യൂട്യൂബ് ഡോളർ തരും. രാഹുൽ ദാസിന് ബിഗ് ബോസിന്റെ വരുമാനം കിട്ടും. രേണു സുധിക്ക് സ്വന്തം ചാനൽ വഴിയുള്ള വരുമാനം രേണു സുധിക്കുണ്ട്. എനിക്ക് ബ്ലഡ് പ്രഷറും മരുന്നും കുറെ ചീത്ത വിളിക്കുന്ന കമന്റുകളേ ഉള്ളൂ. കർമ്മ തിരിഞ്ഞു വരും. വെരി കറക്റ്റ്. അത് പറഞ്ഞ വലിയ പോയിന്റാ. കാരണം എനിക്ക് തോന്നുന്നത് അതാണ്. അതുകൊണ്ടാണ് ആദ്യം ആ ക്ലിപ്പ് എടുത്തിട്ടത്. ഇദ്ദേഹത്തിന് അത് മാത്രമേ ഉള്ളൂ. എല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. അതൊരു ബലിയാടായി നിന്ന് കൊടുക്കാതിരിക്കുക. കർമ്മ തിരിഞ്ഞു വരും, ഉറപ്പാണ്. ഞാൻ അനുഭവിക്കുന്ന ഈ ദുഃഖം അത് തിരിഞ്ഞു വരിക തന്നെ ചെയ്യും. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അറിഞ്ഞിരുന്നുകൊണ്ട് നമ്മളെ സഹായിച്ചവരെ കണ്ണുനീര് കുടിപ്പിക്കരുത്. എനിക്കിത് പറയുകയാണ്. ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇത് കാണുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർ സഹായിച്ചവരിലൂടെ കണ്ണു നിറഞ്ഞവർ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ട്. നിരവധി പേരെ സഹായിച്ചവര്, സ്വർണം മേടിച്ചു കൊടുത്തവര്, വീട് വെച്ച് കൊടുത്തവര്, സ്ഥലം കൊടുത്തവര് ഒക്കെ കരയുന്നുണ്ടെങ്കിൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. 2 പിള്ളേരെ ചേർത്ത് നിർത്തി. ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സോമനസാലെ അവർ 5 സെന്റ് സ്ഥലം കൊടുക്കാൻ പറഞ്ഞപ്പോൾ 7 സെന്റ് സ്ഥലം കൊടുത്ത് എന്നെ ക്രൂശിക്കുക. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് രാഹുൽ ദാസിന് ഒരു വീട് സ്ഥലം കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും നിങ്ങൾ കൊടുക്കുമോ? ഈ രാഹുൽ ദാസിന് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് മോനെ വേറെ വീട് വെക്കും മോനെ എന്ന് പറയുന്നത് എന്തിന്? വീഡിയോ ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും ഇല്ലേ, ഒരു 10-20 വ്ളോഗേഴ്സ് ഇല്ലേ, നിങ്ങൾ ചെന്ന് ചേർന്ന് ഒരു വീട് വെച്ച് കൊടുക്കുമോ? നിങ്ങൾ കൊടുത്തിട്ട് എന്നെ ചീത്ത വിളിക്കൂ. നിങ്ങൾ വീട് വെച്ച് വസ്തു മേടിച്ച് കൊടുത്തിട്ട് എടോ ബിഷപ്പെ കണ്ടോടോ എന്ന് വെച്ചാൽ ചീത്ത വിളിക്കൂ. അത് പറ്റത്തില്ല. ഇവർക്ക് കറക്റ്റ് ഇത്രാന്തി ഡോളർ വരും. അത് മേടിച്ചിട്ട് എന്നെ ഞാൻ കണ്ട വീഡിയോസ് അണ്ടർ അടകോടൻ്റെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള ചില വീഡിയോസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം രാജേട്ടനൊക്കെ പറഞ്ഞു കേട്ടു. അത്രയും റെസ്പെക്റ്റോട് കൂടി മാത്രമേ ഇദ്ദേഹത്തിന് സംസാരിച്ചിട്ടുള്ളൂ. ആരാണ് ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞ വ്ളോഗേഴ്സ് ചില അണ്ടന്മാരുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരാളും ഇദ്ദേഹത്തിന്, ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ നിങ്ങളെവിടെ ശ്രദ്ധിച്ചോ, ഞാൻ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയല്ല ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വളരെ മാന്യമായ ഭാഷയിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. വെച്ച് വീഡിയോ ചെയ്ത് നിങ്ങൾ നല്ലപോലെ കാശ് ഉണ്ടാക്കിക്കോളൂ. രേണു സുധി ചെയ്ത തെറ്റുകളെ ഗ്ലോറിഫൈ ചെയ്യാനോ രേണു സുധിയെ നല്ലതാക്കി പറയാനോ അല്ല ഞാൻ ഈ സമയം എടുത്തത്. രാഹുൽ ദാസിനെ ഇകഴ്ത്താൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഇനിയും പക്ഷെ അത് ഒരു 100% ഇകഴ്ത്തൽ മാത്രമായി മാറിയെന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. എനിക്കും തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനും ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള റീസൺ. ഇനി ഒരു കാര്യം, ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരൊറ്റ റീസൺ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ സഹായിച്ച വ്യക്തിയുടെ മഹിമയാണ്, വേറെ ഒന്നും പറയണ്ട. അവരുടെ ബേസിക് നേച്ചർ,
റിയലി സോറി ടു സേ ദിസ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവരുടെ ബേസിക് നേച്ചർ, ഇപ്പം ഇങ്ങനത്തെ ഒരു അസുഖം വന്ന സമയത്ത് നമ്മളൊക്കെ സംസാരം നിർത്തിയിട്ട്, എൻ്റെ വീഡിയോസ് കണ്ടറിയാം, സംസാരം നിർത്തി അവസാനം അത്രയും പ്രാർത്ഥനകളോട് കൂടിയിട്ട് മാത്രം കണ്ടതാണ്. അവർക്ക് എന്താ വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് കോൺട്രവേഴ്സി വേണം. എങ്ങനെയെങ്കിലും അല്ലേ, എങ്ങനെയെങ്കിലും മനുഷ്യൻ എങ്ങനെ ജീവിക്കണല്ലേ? ഈ ഒരു അവസ്ഥയിലും കോൺട്രവേഴ്സി മാത്രം വേണം. അതിന് വേണ്ടിയിട്ട് അവരെ കൂടെ കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ട്. കഷ്ടം, അല്ല എന്താ പറയുക അല്ലേ? എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.